മലയാള മനസ്സിന് മായ്ക്കാൻ കഴിയാത്ത ഒരു മഹാഘാതികൻ നമ്മെ വിട്ടുപിരിഞ്ഞു. മലയാളി എപ്പോഴും ഓർക്കുന്ന ആ വലിയ മനസ്സ്. നല്ല കഥയെഴുത്തുകാരനായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു. മലയാളം എന്നും മറക്കാൻ കഴിയാത്ത വലിയ പത്രാധിപരായിരുന്നു. അങ്ങനെ സകല നിലയിലും ഒരു ലാളിത്യത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മനസ്സെത്തിച്ച ആ വലിയ മനുഷ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞു. MT എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. MTയുടെ ജീവിതം തന്നെ നമ്മുടെ നാട്ടിന്റെ സാമൂഹിക മാറ്റത്തിന് വേണ്ടിയാണ്, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൂടിയല്ല. അദ്ദേഹം നന്മയുടെ വഴിയിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി കഥ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കഥകൾ ഓരോന്നും നമ്മുടെ ജീവിതവുമായി പലപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കഥ ഞാനും എൻ്റെ അമ്മയും കൂടി വായിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഹൃദയവേദന തന്മയത്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എത്രമാത്രം കഴിവുള്ള ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ നഷ്ടം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നഷ്ടമാണ്. നെളിയുടെ തീരവും കുടുംബ പശ്ചാത്തലത്തിലുണ്ടാകുന്ന ഒരുപാട് സാമൂഹിക ബന്ധങ്ങളിലെ സ്വരച്ചേർച്ചില്ലായ്മയും കഥകളിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മളെ സ്വാധീനിച്ചു. മഞ്ഞ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് മഞ്ഞ് വീഴുന്നതുമായി നമുക്ക് തോന്നും. അത്രമാത്രം ഹൃദ്യമായി കഥ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ കഥയുടെ രംഗത്തും അതുപോലെ തന്നെ ലേഖനങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങൾ അദ്ദേഹം ഇടപെടാറുണ്ട്. അത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടല്ല, മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായിട്ട്. നന്മയുടെ വഴിയിലേക്ക് മനുഷ്യനെ നയിക്കാൻ ഒരു കഥാകാരൻ എങ്ങനെ കഴിയുമെന്ന് നേരിട്ട് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്ത ഒരു മഹാനായ എഴുത്തുകാരൻ നഷ്ടപ്പെട്ടത്. ഇനി അതുപോലൊരാൾ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ കണക്കിൽ എവിടെയുമില്ല. ഞാൻ വായിച്ചിരുന്ന കൃതികളിലൊന്നും അങ്ങനെയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എഴുത്തുകാരൻ, പത്രാധിപർ, സർവസമ്മതനായ പത്രാധിപർ, അതുപോലെ തിരക്കഥാകൃത്ത്, സിനിമയുടെ ലോകത്ത് നമ്മളെ പലപ്പോഴും വലിയ വലിയ വഴികൾ കാണിച്ചെന്ന ആ മഹാൻ, അതെല്ലാം ഇനി ഓർമ്മ മാത്രം. അദ്ദേഹത്തിന് ഓർമ്മ മറക്കാനാവാത്ത ഒരു നാമമായി MT നമ്മുടെ മനസ്സിനകത്ത് നിൽക്കും. ആ വലിയ മഹാന്റെ നിര്യാണം മലയാളികളായ എല്ലാ മനുഷ്യരുടെയും മനസ്സിന് നൊമ്പരപ്പെടുന്നതായിരിക്കും.